അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട അത്യധികം ഉന്മേഷത്തോടു കൂടെയും അതുപോലെ തന്നെ വളരെ ആവേശത്തോടു കൂടെയും നാം ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചും നാം ചെയ്ത കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം? നന്മയിലേക്ക് വളരണം. നല്ല കാര്യങ്ങൾ, ഒരു നന്മ ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചാൽ അത് നാളേക്ക് വേണ്ടി നമ്മൾ നീട്ടിവെക്കരുത്. എന്തൊരു കാര്യമാവട്ടെ, ദീനിയായ കാര്യമാവട്ടെ ദുന്യവിയായ കാര്യമാവട്ടെ, അതിൽ നന്മയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ സ്മരിക്കപ്പെടുന്നതാവണം, പിൻകാലത്തും ഇപ്പോഴും പിന്നെയും. മറ്റുള്ളവർക്ക് ഒരാൾക്കും എന്നാൽ ഒരു വെറുപ്പോ ഞാൻ കാരണമായിട്ട് മറ്റുള്ളവർ വേദനിക്കേണ്ട ഒരു സാഹചര്യമോ ഉണ്ടാകുക എന്നത് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ നബിയുടെ പ്രബോധനം, അവിടുത്തെ പ്രബോധിതരായ ജനങ്ങൾ, അവരെ ജീവിതം കണ്ടാണ് മനുഷ്യന്മാർ ആ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് എല്ലാവരും അറിവുണ്ട്, അറിവില്ലാത്തവർ വളരെ കുറവാണ്. എന്നാൽ ഈ അറിവ് നാഫി ആയിട്ടില്ല എന്നുള്ളതാണ് ഈ അറിവാളന്മാർക്ക് പറ്റിയ അബദ്ധം. നമുക്കറിയാമല്ലോ, ബല്ലാം ഇബ്നു ബൗറ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ പറ്റി ഖുർആനിൽ പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, അവൻ്റെ ഉദാഹരണം നായയെ പോലെയാണെന്ന്. ബല്ലാമിനെ പറ്റി ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടതാണ്. ബല്ലാം ഇബ്നു ബൗറ എന്ന് പറയുന്ന ആൾ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി 12,000-ഓളം ഈ ക്ലർക്കന്മാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രക്കും ഉന്നതനായ ഒരാളെ അള്ളാഹു വഴിപഴിപ്പിച്ചു. ഒരു സ്ത്രീ കാരണമായിട്ട് ഒരു സ്ത്രീയെ അതിന് നിമിത്തമാക്കുക ചെയ്തത്. എന്താണ്? ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മൂസാ നബിൻ്റെ ആളുകൾ ജൂതന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, മൂസാ നബിക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബല്ലാം അതിന് വഴങ്ങിയില്ല. കാരണം മൂസാ നബിൻ്റെ ഒരു അനുയായിയാണല്ലോ. അതുമാത്രമല്ല വലിയ ഹാരിഫുമാണ്, വലിയുമാണ്. അങ്ങനെ കുറേ പാരിതോഷികങ്ങളും പലതും വാഗ്ദാനം ചെയ്തെങ്കിലും അതൊന്നും അദ്ദേഹം വകവച്ചില്ല. അവസാനം എന്താണ്? ഒരു സ്ത്രീയെ വശീകരിച്ചുകൊണ്ട് കോലം കെട്ടിവിട്ടു. അങ്ങനെ എന്താണ്? അതിൽ ആകൃഷ്ടരാകുകയും അവസാനം അവരെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അദ്ദേഹത്തിൻ്റെ നാവ് മടക്കി നിവർത്തുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകുമായിരുന്നു. അത്രക്കും മഹത്തുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്ത്? മൂസാ നബിയെ രക്ഷിക്കണേ, കിബിത്തികളെ പരാജയപ്പെടുത്തണേ എന്ന്. കിബിത്തികളെ രക്ഷിക്കണേ, മൂസാ നബിയെ പരാജയപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടിരുന്നത്. അതെന്ത് ചെയ്തു? അള്ളാഹു തന്നെ ആ പ്രാർത്ഥനൻ്റെ കോലങ്ങ് മാറ്റി. കേൾക്കുന്ന ആളുകൾ ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് മൂസാ നബിയെ പരാജയപ്പെടുത്തണേ എന്നായിരുന്നു. അത് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ നാവും കൂടെ തൂങ്ങിയെന്നാണ്. അങ്ങനെയാണ് ഖുർആനിൽ അദ്ദേഹത്തിനെ വിശദീകരിച്ചത്. മസലുഹു കമസലുൽ കൽബ്, അവൻ്റെ ഉദാഹരണം നായയെ പോലെയാണ്. നാവ് ഇങ്ങനെ നീട്ടി അങ്ങനെ നാനാഭാഗത്തു കൂടി ഓടുന്നൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? ഒരു വരിച്ചാലി ചാടി മരിച്ചതിൻ്റെ ശേഷം എന്താക്കി? അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായില്ല. ജൂതന്മാർ പറഞ്ഞു നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രാർത്ഥിച്ചത്. മുസ്ലിമീങ്ങൾ പറഞ്ഞു
മൂസാ നബിക്കെതിരായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നാം ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർ, സുന്നികളെന്ന് പറയുന്ന ചില ആളുകൾ, അവർ ഒരു സംഘടനയിലും പെട്ടവരല്ല. സുന്നി സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽപ്പെട്ടതല്ലാത്ത ചില തെരീക്കത്തിൻ്റെ ആളുകൾ, അവർ ഇവിടെ വരുത്തി വെക്കുന്ന വിനാശങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക്, യുക്തിവാദികൾക്കും എന്നതുപോലെ തന്നെ ബിദഅത്തിൻ്റെ ആളുകൾക്കും വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും, അത് മാത്രമല്ല ഈ ഖുർആനും ഹദീസും എന്നതുപോലെ തന്നെ ഫിഖും ഒക്കെ പഠിപ്പിക്കേണ്ട ആളുകൾ അതൊന്നും പാടില്ല, ഫിഖ് പഠിച്ചോളന്നില്ല. മന്തിക്ക് എന്ന് പറയുന്ന കിതാബ് പഴയ കാലത്ത് ഓതുന്ന കിതാബുകളാണ് മന്തിക്ക്. ഈ മന്തിക്ക് വേസ്റ്റാണ്, എന്താണ് ബാത്റൂമിൽ ഉപയോഗിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫത്വ ഇറക്കുന്ന ഇത്തരം ആളുകൾ, ഇവരെ തെരീക്കത്ത് തെറ്റാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ. മഹാന്മാരിവിടെ നല്ലതാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്ദിച്ച് നിസ്സാരമാക്കിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നും നടന്നു. ഒരു പ്രസംഗം ആദർശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് അതിലും പറഞ്ഞത് ഈ CM വലിയുള്ള പറഞ്ഞിട്ടുണ്ട് അന മുദബ്ബിറുൽ ആലം എന്ന്. അല്ലല്ലാത്തതിനൊക്കെ മാസിവൽ ബാരി എന്നാണല്ലോ ആലം എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഈ പച്ച നുണ പറയാൻ ഇദ്ദേഹം ഈ CM വലിയുള്ള ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇതിന് എന്ത് തെളിവുള്ളത്? ആരത് കേട്ടത്? ആരത് പറയണത്? ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്കിൽ തന്നെ അത് ജദ്ബിൻ്റെ ആരിലാണെങ്കിലോ? ഇതൊക്കെയല്ല മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പെരുപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാകട്ടെ ഇതൊക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ വിഷയമാക്കിയിട്ട് ഷണ്ട കൂടേണ്ട സമയമല്ല. അപ്പം അവനാൻ്റെ ഈമാൻ അവനാൻ രക്ഷിക്കുക. 10 ബക്ക നിൻ്റെ ഐബിനെ നീ കുത്തി ചേർന്ന് നോക്കിക്കോ. കബിലൽ ഗൈബി വയറക്ക, മറ്റുള്ളവരെ ന്യൂന നോക്കുന്നതിൻ്റെ മുമ്പ്. കൊല്ലി മിനന്നാസി മിൻ ഐബില്ലഹു സലിമ, ജനങ്ങളിൽ നിന്ന് എല്ലാ ന്യൂനതയും നിന്ന് രക്ഷപ്പെട്ടവൻ ആരാണ് ഉള്ളത് എന്ന് എനിക്ക് നീ പറഞ്ഞുകൊണ്ടാ എന്ന് റസാനത്തിൽ പറഞ്ഞതുപോലെ ന്യൂനത ഇല്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ഓരോ ന്യൂനതയും പോരായ്മയുണ്ട്. എല്ലാവരും അവനാൻ്റെ ഈമാൻ രക്ഷപ്പെടുന്നതിന് നോക്കുന്നതിന് പകരം അവൻ്റെ ഈമാൻ എന്താകും, മറ്റവൻ്റെ ഈമാൻ എന്താകും, സ്വയം നന്നാകാതെ സ്വന്തത്തിനെ പറ്റി ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് വേവലാതി. ഈ ഓരോ തെരീക്കത്തിൻ്റെ ആളുകൾ പുതിയ തെരീക്കത്ത് വരുമ്പോഴും അത് തെറ്റോ ശരിയോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ചെറിയ ഒറ്റ ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തെരീക്കത്തുന്ന അഹദുംബി അഹുവത്ത കൽവറ എന്ന തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സൂക്ഷ്മത കൊണ്ട് പിടിക്കല. അവൻ്റെ നാം വളരെ സൂക്ഷിക്കും. അതിൽ ആണ്ട് പൂണ്ട ആളുകൾ കപ്പൽ പോലെയാണെന്ന് പറഞ്ഞത്, സമുദ്രം പോലെയാണെന്ന്. ഈ സമുദ്രത്തിൽ മുങ്ങിയിട്ട് അതിൻ്റെ അടിയിലുള്ള മുത്ത് എങ്ങനെ എടുക്കാൻ കഴിയും എന്നതുപോലെയാണ് ഈമാനിനെ ഈമാനാകുന്ന സ്ഫടികത്തെ അവൻ എന്ത് ചെയ്യണം, അവൻ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പിടിച്ചെടുക്കേണ്ട ഈ മുത്താകുന്ന തസവുഫ്, മുത്താകുന്ന ഈ സത്ത കിട്ടണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം, ഒരു തെരീക്കത്തിൻ്റെ ആളുകൾ, തെരീക്കത്തും ശരീഅത്തും ഹഖീഖത്തും ഒക്കെ ഉള്ള ആളുകളാവണം. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവൻ എത്തണമെങ്കിൽ അവൻ്റെ സ്വഭാവം നന്നാവണം. മറ്റുള്ളവരെക്കാൾ ഞാൻ ഏറ്റവും മോശമാണ്, മറ്റുള്ളവനാണ് നന്നാകേണ്ടത് എന്നാണ് നമ്മുടെ ഉസ്താദന്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചത്. ഒരു കുട്ടീനെ കാണുമ്പോൾ ആ കുട്ടിയാണ് എന്നെക്കാട്ടിലും നല്ലവനെന്ന് മനസ്സിലാക്കണം. എന്താ കാരണം, ആ കുട്ടി എൻ്റെ അത്ര ദോഷം ചെയ്തിട്ടില്ലല്ലോ. വലിയവരെ കാണുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം, എന്നെക്കാട്ടിൽ എത്രയോ വലിയവനാണ്, നല്ലത് അവനാണ്. കാരണം എന്താണ്, ഞാൻ കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ, എന്നെക്കാൾ എത്രയോ ഇബാദത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാകുന്നത്. ഇങ്ങനെ താഴ്മയിൽ ജീവിക്കാനാണ് ഇവിടെയുള്ള പണ്ഡിതന്മാരും സംഘടനകളും ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ സമസ്ത കേരളത്തിൽ ഇവിടെ രൂപീകരിച്ചതും. എന്നതുപോലെ തന്നെ മഖ്ദൂമിയ പാരമ്പര്യമുള്ള അതിനെ പിൻപറ്റി ജീവിക്കുന്നവർ അവിടുത്തെ സുന്നി സംഘടനകൾ. ഈ മഖ്ദൂം തങ്ങൾ പറഞ്ഞോ ഇന്ന തെരീക്കത്ത് നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്നു പോയ മാലിക് ബിൻ ദീനാറും കൂട്ടരോ തെരീക്കത്തിൻ്റെ പിന്നാലെ കൂട്ടണം എന്ന് പറഞ്ഞോ. എന്നാൽ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ പഠിപ്പിച്ചു തന്നു, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അതാണ് ഇവിടെ ഒരു വിഭാഗം പറയണത്. ഫിഖിന് വേണ്ടി സമയം കളഞ്ഞിട്ട് എന്താണുള്ളത് എന്ന് ഗസാലിമാ പറഞ്ഞു പോലോ. എന്നതുപോലെ തന്നെ ഈ മന്തിക്കിൻ്റെ കിതാബൊന്നും ഓതിയിട്ട് കാര്യമല്ല.
എന്നാൽ മന്ദിക്കിൻ്റെ കിതാബ് ഓതിയിട്ട് പാടില്ല എന്ന് പറയുന്ന ഈ ചങ്ങായിമാർ മന്ദിക്കാണ്, മജാസാണ്, അത് മജാസിയ പ്രയോഗമാണെന്ന് പറയുന്നത്. എന്ത് മജാസ് തോതാത്ത ആൾക്ക് പാടില്ല അറിയണതൊക്കെ എന്ത് മജാസ് എടുത്ത് കണ്ട. മുമ്പ് കെ എസ് മുസ്ലിയാരുമായിട്ടൊരു സംവാദം ഉണ്ടായി മറ്റേ ചേകനൂരുമായിട്ട് പറഞ്ഞു. അപ്പം ചേകനൂർ പറഞ്ഞത് ഖുർആൻ കൊണ്ട് മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ പറഞ്ഞു. ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ ചേകനൂർ പറഞ്ഞു ഇന്നമാന ബഷറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വാദത്തിന് വേണ്ടി കെ എസ് മുസ്ലിയാർ പറഞ്ഞു നബിയെ തങ്ങൾ പറയുക ഇന്ന തീർച്ചയായിട്ടും ഞാനല്ല ബഷറും മിസ്ലുക്കും, നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല എന്ന്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചേകനൂർ പറഞ്ഞാണ് എന്ത് അടുത്ത സായിദയാണ് കാരണം. അതെങ്ങനെയാണ് കിട്ടിയത്? അത് നാവിൻ്റെ നിയമപ്രകാരം അത് സായിദാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് എന്ത് നാവ് ഖുർആൻ കൊണ്ട് നേരിടണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ അതിനെ ഒകലോത്തുന്ന നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞത് അങ്ങനെ ഒകലോത്തിട്ട് തോൽപ്പിക്കുക എന്നൊരു പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ പരിപാടിയാണ് ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെരീഖത്തിൻ്റെ പേര് പറഞ്ഞുണ്ടാക്കിയിട്ട്. ഈ തെരീഖത്ത് ഇപ്പോൾ ഇവിടെ ഇവരെ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ AP ഭാഗത്തുനിന്ന് പോരുന്ന ഓരോ സംഘങ്ങളാണ്. എന്നതുപോലെ ഇതുപോലെ മുമ്പൊരു തെരീഖത്ത് വന്നു, ഈ മറ്റേ കക്കാട് തെരീഖത്ത്. ഈ കക്കാട് തെരീഖത്ത് വന്നെങ്കിലും അയാൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അതാണ് തെരീഖത്ത്. നമ്മളേക്ക് കൂടണമെന്ന് പറയല്ല. അയാൾ എന്ത് ചെയ്തു, അയാൾ തന്നെ ഇപ്പം അയാളുടെ പ്രസംഗത്തിലൊക്കെ പറയുന്നത് എന്താ, ഞാൻ സ്വയം നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടിയത്. എന്നേപോലെ സ്വയം നന്നാകാൻ വേണ്ടിയിട്ടാണ് ഈ മുക്കൂട്ട് കമ്പനി നൗസാദും കൂട്ടരും എന്തുകൊണ്ട് പറയണില്ല? എന്നിട്ട് ശംസുലുലമൻ്റെ മഹത്വം പറഞ്ഞെടുക്കുക. അപ്പം ശംസുലുലമനെ തെറി പറയുന്ന ആൾക്കാർ ശംസുലുലമൻ്റെ മഹത്വം പറഞ്ഞിട്ട് എന്നാലും ശംസുലുലമനെ അംഗീകരിക്കുന്ന സമസ്ത പറയുന്നതാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത്, തെരീക്കത്തല്ല. ശംസുലുലമ എന്നതുപോലെ തന്നെ ശംസുലുലമ അംഗീകരിക്കുന്ന സമസ്ത കേരളമിത്തുലമ ഈ കുരുവട്ടൂരി തെരീക്കത്തിനെ അംഗീകരിക്കണമെന്ന് പറയുന്നില്ല. അത് ഈ മണ്ടനറിയില്ല, ഈ മണ്ടന്മാർക്ക് അറിയില്ല, അറിയട്ടല്ല. ഇങ്ങനെ എന്താകുക, ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ഈ സമയത്തൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് ആളാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ മൈക്ക് കൊടുത്താണ് പോയിട്ടാണ് പ്രസംഗിക്കുക തന്നെ. ഇതിലൊന്നും യാതൊരു കാര്യം സ്വയം നന്നാകുക, സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പണ്ഡിതന്മാരാണല്ലോ വിലക്ക്. എന്ത് പണ്ഡിതന്മാർ? ആ പണ്ഡിതത്തിൻ്റെ കാലം കഴിഞ്ഞു പോയിന്ന് നമ്മൾ ഉസ്താദ് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വാള്യങ്ങളോളം 400-500 വാള്യങ്ങളോളം കിതാബ് രചിച്ച പണ്ഡിതന്മാർ, അവരാണ് പണ്ഡിതന്മാർ. അവർ എഴുതിയത് തെറ്റുകൂടാതെ വായിക്കാൻ പറ്റാത്ത ചങ്ങായിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തർക്കിക്കുക. AP ഭാഗത്തുപെട്ട ആൾക്കാർ നൗസാദിന് മറുപടി നൗസാദിന് AP-ക്കാരും നൗസാദ് എന്ന് പറഞ്ഞിട്ട് എന്താണ് വഹാബി ഒക്കെ എല്ലാം വഹാബിയോട് ചായവുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ്. ഖുർആനിലൊരു പ്രയോഗം ഉണ്ടല്ലോ, അക്കാലത്തിൽ യഹൂദ് ലേസത്തിൻ നസാറ അല ഷെയ്ൻ, അക്കാലത്തിൻ നസാറ ലേസത്തിൽ യഹൂദ് അല ഷെയ്നോ ഒക്കെ മകൾ അള്ളാഹ് പറഞ്ഞതുപോലെ യഹൂദികൾ എന്താ പറയുന്നു, നസാറാക്കളൊരു ഷെയ്ൻ്റെ മേലെ. അപ്പോൾ ഖുർആൻ വിശദീകരിച്ചു, അത് പറഞ്ഞതിനാണ് സത്യം എന്ന്. ഇതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും എന്നോ തിരിഞ്ഞതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വേണ്ടാത്ത ഓരോ വിഷയങ്ങൾ ഇട്ടുകാണ്ട് പൊതുജനങ്ങളെ ഇത് കേൾക്കുന്ന ആൾക്കാർ യൂട്യൂബിലൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടോ, ഇവരെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ആൾക്കാർ ഈബത്ത് പരിപാടിയല്ല എന്നുണ്ടെന്നാണ് ഈബത്ത് കേൾക്കലും പറയലും ഒക്കെ ഹറാം തന്നെ. അത് ഈ തെരീക്കത്തിൻ്റെ പേരിലായാലും അല്ലാതെ ആണെങ്കിലും ഒക്കെ ഹറാമാണ്. അത് AP ഭാഗം പറഞ്ഞാലും ഹറാമാണ്, കുരുവട്ടൂരിൽ പറഞ്ഞാലും ഹറാമാണ്. അപ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ആളുകളെ ഇവരെ ഷെറിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എനിക്ക് വിശദമായിട്ട് കുറേ പറയാനുണ്ടെങ്കിലും വീഡിയോ ദീർഘിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമ്മൾ സ്വയം നന്നാകുക, നമ്മൾ സ്വയം നന്നായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. നമ്മളെ പള്ളികൾ, നമ്മളെ മഹല്ലിലെ പള്ളി, നമ്മളെ മഹല്ലിലെ ഖത്തീബ്, നമ്മളെ മഹല്ലിലെ ഖാദി, ഇവരായിരിക്കട്ടെ നമ്മളെ ഈ നയിക്കേണ്ടത്. അതിൽ ഗ്രൂപ്പീസം നോക്കാതെ മറ്റുള്ള നോക്കാതെ നമ്മളെ നമ്മൾ ഏതൊരു മഹല്ലിലാണോ ആ മഹല്ലിലെ ഖാദി എന്ത് തീരുമാനിച്ചോ അതാണ് നമ്മളെ തീരുമാനം. അതിൽ എന്ത് സംഭവിച്ചോ അത് അദ്ദേഹം ഉത്തരവാദിയാവും. അപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ മഹല്ലിലുള്ള ഖാദി ഈ ജിഫ്രി മുത്തുകോയത്തങ്ങൾ, അദ്ദേഹം എന്ത് തീരുമാനിച്ചോ അതായിരിക്കണം നമ്മളെ തീരുമാനം. എന്നപോലെ ഓരോരുത്തർക്കും ഓരോ മഹല്ലിൽ അവർ തീരുമാനിക്കുന്നത്, അല്ലാതെ ഈ കുരുവട്ടൂരികളും കള്ളത്തിരീക്കത്തുകാരും പറയുന്നതല്ല മാർഗം. ഇങ്ങനെയാണ് വിശ്വസിച്ചാൽ ഇവിടെ എങ്ങനെ ഈ കണ്ട രൂപത്തിലായിട്ട് നീങ്ങിയാൽ ഒന്നും നമുക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനില്ല. അള്ളാഹ് ഇവരെ ഷെറിൽ നിന്നൊക്കെ കാത്തു രക്ഷിച്ച് സ്വയം നന്നാവാൻ വേണ്ടി നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശുദ്ധമായി
ഈമാനോടുകൂടെ പുഞ്ചിരിച്ചു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്നും, ഇങ്ങനെ ഈ കവലകളിൽ പ്രസംഗിക്കുന്ന ആ പ്രാസംഗികന്മാരുടെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഹിദായത്ത് നൽകി നല്ല രൂപത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളൊക്കെ യോജിച്ച് ഉള്ളൊരു വേദിയിൽ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.